സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 5-ലെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് മൊഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഫുള്ളുള്ള തിയറി പോർഷൻസ് ആണ്. നമ്മുടെ എക്സാമിന് കൂടുതലും തിയറി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നായിരിക്കും. നമുക്കിനി ഈ മൊഡ്യൂളിലെ ടോപ്പിക്കുകൾ കവർ ചെയ്യാം. സോ ഫസ്റ്റ് വൺ ആണ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്? സോ വാട്ട് ഈസ് കോസ്റ്റ് അക്കൗണ്ടിങ്? Cost accounting is the recording of expenses incurred in manufacturing a product or rendering a services. അപ്പോൾ എന്താണ്, ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ എന്തെല്ലാം എക്സ്പെൻസ് വന്നിട്ടുണ്ട്, ആ എക്സ്പെൻസുകളെ എല്ലാത്തിനും റെക്കോർഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് അക്കൗണ്ടിങ് ആണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്താണ് കോസ്റ്റിംഗ്? Costing is the technique of ascertaining the cost of the product or rendering a service. ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ എന്തോരം കോസ്റ്റ് വരുന്നുണ്ട് അതിന് ഉപയോഗിക്കുന്ന, അത് അളക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കിനാണ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യുമ്പോൾ എന്തോരം കോസ്റ്റ് വരുന്നുണ്ട് അത് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റിങ്ങും ക്ലിയർ ആയല്ലോ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ്, എന്തെല്ലാമാണ് ഒരു കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. മെയിനായിട്ട് 6 ഒബ്ജക്റ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ് നോക്കാം. ഒന്നാമത്തെയാണ് കോസ്റ്റ് റെക്കോർഡിംഗ്. റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ് ട്രാൻസാക്ഷൻ ഇൻ കോസ്റ്റ് ബുക്ക്. കോസ്റ്റ് ട്രാൻസാക്ഷൻസ് കോസ്റ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്യുക, അതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. അതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് റെക്കോർഡിംഗ്. രണ്ടാമത്തെയാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. അതെന്താ നോക്കാം. പ്രീ ഡിറ്റർമൈനിങ് ദ കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് എന്തോരം കോസ്റ്റ് വരുമെന്ന് നേരത്തെ ഡിറ്റർമൈൻ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ പ്രീ ഡിറ്റർമൈൻ ചെയ്ത് വയ്ക്കുക, അതിന് വിളിക്കുന്ന പേരാണ് കോസ്റ്റ് എസ്റ്റിമേഷൻ. ഇനി മൂന്നാമത്തെയാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. അതെന്താ നോക്കാം. അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് ഓർ സർവീസ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഓഫ് ദ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ട് എന്തോരം കോസ്റ്റ് വന്നു എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എന്താണ് പ്രത്യേകത, അവിടെ ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ആണ്. പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്. നാലാമത്തെയാണ് ഇനി കോസ്റ്റ് പ്രസൻറ്റേഷൻ. സിസ്റ്റം ഓഫ് റിപ്പോർട്ടിംഗ് കോസ്റ്റ് ഡാറ്റ ടു വേരിയസ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ്. എന്താണ്, ഈ നമ്മൾ പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഡാറ്റ, അതിൻ്റെ റിപ്പോർട്ടുകൾ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ വേരിയസ് ലെവലിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് പ്രസൻറ്റേഷൻ. അതാണ് നാലാമത്തെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്. അടുത്താണ് ഇനി ഡിസിഷൻ മേക്കിംഗ്. കോസ്റ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ് റിക്വയർഡ് ഡാറ്റ ഫോർ ടേക്കിംഗ് മാനേജറിയൽ ഡിസിഷൻ. കോസ്റ്റ് അക്കൗണ്ടിങ്ങിലൂടെ എന്ത് കിട്ടുന്നുണ്ട്, മാനേജറിയൽ ഡിസിഷന് വേണ്ടിയുള്ള ഡാറ്റാസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് നെക്സ്റ്റ് പോയിന്റ്, ഡിസിഷൻ മേക്കിംഗ്. ഇനി ലാസ്റ്റ് പോയിന്റാണ് കോസ്റ്റ് കൺട്രോളിംഗ്. പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ഇൻ കോസ്റ്റ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസ്. അപ്പോൾ എന്താണ്, ഇവിടെ ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ പല ടൈപ്പ് ഓഫ് കോസ്റ്റുകൾ വരുന്നുണ്ട്. ലൈക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വരുന്നുണ്ട്, ലേബർ വരുന്നുണ്ട്, അതർ എക്സ്പെൻസിൽ വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ വരുന്ന അനാവശ്യമായ വേസ്റ്റേജസ് ഒക്കെ എലിമിനേറ്റ് ചെയ്ത് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതാണ് കോസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും 6 പോയിന്റ്സ് ആണ് മെയിനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ്? കോസ്റ്റ് റെക്കോർഡിംഗ്, കോസ്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റ് അസർട്ടൈൻമെൻറ്റ്, കോസ്റ്റ് പ്രസൻറ്റേഷൻ, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ലാസ്റ്റ് വൺ ആണ് കോസ്റ്റ് കൺട്രോളിംഗ്. കിട്ടിയല്ലോ. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നതാണ് എന്തെല്ലാമാണ് കോസ്റ്റ് കൺട്രോളും അതേപോലെ തന്നെ കോസ്റ്റ് റിഡക്ഷൻ തമ്മിലുള്ള ഡിഫറൻസുകൾ. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിലെ ഫസ്റ്റ് പോയിന്റ് നോക്കാം. കോസ്റ്റ് കൺട്രോൾ ഈസ് എ പ്രോസസ് ഓഫ് കൺട്രോളിംഗ് ദ കോസ്റ്റ് ബൈ എലിമിനേറ്റിംഗ് വേസ്റ്റേജ് ഇൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, കോസ്റ്റ് ഓഫ് ലേബർ ആൻഡ് അതർ എക്സ്പെൻസ് ഓൺ പ്രൊഡ്യൂസിങ് എ പ്രൊഡക്റ്റ്. കോസ്റ്റ് കൺട്രോൾ വെച്ച് എന്താണ്, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന അനാവശ്യമായ ചിലവുകൾ, ഇൻ ദ കേസ് ഓഫ് മെറ്റീരിയൽ ആയിക്കോട്ടെ, ലേബർ ആയിക്കോട്ടെ, എക്സ്പെൻസ് ആയിക്കോട്ടെ, അവിടെ വേസ്റ്റേജായി വരുന്ന കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ചെയ്ത് അങ്ങനെ എക്സ്പെൻസ് ചുരുക്കി കോസ്റ്റ് കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതാണ് കോസ്റ്റ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് കോസ്റ്റ് റിഡക്ഷൻ? It is the real and permanent reduction in the cost per unit of goods manufactured or service rendered without affecting their quality and suitability. ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും വേസ്റ്റേജ് നമ്മൾ റിയൽ ആയിട്ടും പെർമനൻ്റ് ആയിട്ടും ഡിലീറ്റ് ചെയ്ത് കളയാണ് അല്ലെങ്കിൽ ഇല്ലാണ്ടായി കളയുകയാണ്.
അത് ഒരിക്കലും നമ്മുടെ ആ മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനെയോ അതേപോലെ തന്നെ സ്യൂട്ടബിലിറ്റീനോ അഫക്റ്റ് ചെയ്യാണ്ട്. അങ്ങനെ ഒരു ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ ഒരു സാധനം അല്ലെങ്കിൽ ഒരു വേസ്റ്റേജ് നമ്മൾ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യാണ്, പക്ഷെ അതെന്ത് ചെയ്യില്ല, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റീനോ സ്യൂട്ടബിലിറ്റീനോ അഫക്റ്റ് ചെയ്യുകയില്ല. അങ്ങനെയുള്ളതിനാണ് കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടുത്ത പോയിൻ്റാണ് ഇറ്റ് ഹെൽപ്സ് ടു കീപ് ദ കോസ്റ്റ് ടെമ്പററിലി അണ്ടർ കൺട്രോൾ ആസ് പെർ സ്റ്റാൻഡേർഡ്. സ്റ്റാൻഡേർഡ്സ് ഒക്കെ അനുസരിച്ച് കുറച്ച് നേരത്തേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇറ്റ് ഹെൽപ്സ് ടു അച്ചീവ് റിയൽ ആൻഡ് പെർമനൻറ്റ് റിഡക്ഷൻ ഇൻ ദ യൂണിറ്റ് കോസ്റ്റ്. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ ആണെങ്കിൽ എന്താണ്, അവിടെ ഒരു റിയൽ ആൻഡ് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റിഡക്ഷനാണ് ആ ഒരു കോസ്റ്റ് യൂണിറ്റിൽ ഉണ്ടാവാൻ പോകുന്നത്. അടുത്താണ് ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആർ ദ ടൂൾസ് യൂസ്ഡ്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിന് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് അല്ലെങ്കിൽ ടെക്നിക്സ് ഏതൊക്കെയാണ്? ബഡ്ജറ്ററി കൺട്രോളും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും. എന്നാൽ നമ്മുടെ ഈ കോസ്റ്റ് റിഡക്ഷനിൽ ഏതൊക്കെയാണ്? സെവറൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് സച്ച് ആസ് വർക്ക് സ്റ്റഡി, ടൈം സ്റ്റഡി, മോഷൻ സ്റ്റഡി എക്സെട്ര ആർ യൂസ്ഡ്. ഈ പറയുന്ന വർക്ക് സ്റ്റഡിയും ടൈം സ്റ്റഡിയും മോഷൻ സ്റ്റഡിയൊക്കെ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. റിട്ടൻഷൻ ഓഫ് ക്വാളിറ്റി ഈസ് നോട്ട് ഗ്യാരൻറ്റീഡ്. അവിടെ എന്തില്ല, കോസ്റ്റ് കൺട്രോളിൽ ഗ്യാരൻറ്റി റിട്ടൻഷൻ, ആ ക്വാളിറ്റി റിട്ടൈൻ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഗ്യാരൻറ്റി ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ കോസ്റ്റ് റിഡക്ഷൻ്റെ കേസിലാണെങ്കിൽ ക്വാളിറ്റി അവിടെ ഗ്യാരൻറ്റീഡ് ആണ്, ക്വാളിറ്റി എവിടെയും തന്നെ പോവുകയില്ല. കോസ്റ്റ് കൺട്രോൾ ഈസ് എ പ്രിവെൻറ്റീവ് ഫങ്ഷൻ. വരുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ വരുന്ന വലിയൊരു ചിലവ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഒരു പ്രിവെൻറ്റീവ് മാത്രമായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് കോസ്റ്റ് കൺട്രോൾ. പക്ഷേ കോസ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് ഒരു കറക്റ്റീവ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്താണ് കോസ്റ്റ് യൂണിറ്റ്, അതേപോലെ എന്താണ് കോസ്റ്റ് സെൻറ്റർ. ഫസ്റ്റ് നോക്കാൻ പോകുന്നത് എന്താണ് കോസ്റ്റ് യൂണിറ്റ് എന്നാണ്. എ കോസ്റ്റ് യൂണിറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓർ ടൈം ഇൻ റിലേഷൻ ടു വിച്ച് കോസ്റ്റ് മേ ബി അസർട്ടൈൻഡ് ഓർ എക്സ്പ്രസ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ സർവീസിന് യൂണിറ്റ് ആവാം, അല്ലെങ്കിൽ ടൈമിൻ്റെ യൂണിറ്റ് ആവാം. അവിടെ എന്താ നോക്കുന്നത്, നമ്മൾ കോസ്റ്റ് കൺട്രോളിനും അതേപോലെ കോസ്റ്റ് റിഡക്ഷനും വേണ്ടി നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ എന്തിനു വേണ്ടിയാണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് റിഡക്റ്റ് ചെയ്യാനും വേണ്ടി ആ ഒരു പർപ്പസിന് വേണ്ടി നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതിനാണ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ വേറെ പേരാണ് കോസ്റ്റ് ബേസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്താണ് കോസ്റ്റ് സെൻറ്റർ. എ കോസ്റ്റ് സെൻറ്റർ ഈസ് എൻ ഓർഗനൈസേഷൻ, സബ് യൂണിറ്റ് ഓർ സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് ആൻ ആക്ടിവിറ്റി ഫോർ വിച്ച് കോസ്റ്റ് അസർട്ടൈൻ ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് കോസ്റ്റ് റിഡക്ഷൻ. കോസ്റ്റ് സെൻറ്റർ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഒരു സബ് യൂണിറ്റ് അല്ലെങ്കിൽ സ്മോൾ സെഗ്മെൻ്റ് ആണ്. ആ സെഗ്മെൻറ്റിലെ കോസ്റ്റ് നമ്മൾ അസർട്ടൈൻ ചെയ്യും. എന്തിനു വേണ്ടിയാണ്, ആ സെഗ്മെൻറ്റിലെ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും അതേപോലെ കോസ്റ്റ് റിഡക്ഷൻ ചെയ്യാൻ വേണ്ടി. അതാണ് കോസ്റ്റ് യൂണിറ്റും അതേപോലെ കോസ്റ്റ് സെൻറ്ററും. ഓക്കെ, ഇനി ഈ കോസ്റ്റ് സെൻറ്റർ പല ടൈപ്പ് ഉണ്ട്. നമ്മൾ മെയിനായിട്ട് 6 ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ, രണ്ടാമത്തെ സർവീസ് കോസ്റ്റ് സെൻറ്റർ, മൂന്നാമത്തെ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, നാലാമത്തെ ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ, അഞ്ചാമത്തെ പ്രോസസ് കോസ്റ്റ് സെൻറ്റർ, ലാസ്റ്റ് വണ്ണാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. അപ്പോൾ ഓരോന്നും നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് വണ്ണാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ. എന്താണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ? കോസ്റ്റ് സെൻറ്റർ കൺസേൺ വിത്ത് പ്രൊഡക്ഷൻ, പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് സെൻറ്റർ ആണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ? ദോസ് ആർ കോസ്റ്റ് സെൻറ്റർ വിച്ച് പ്രൊവൈഡ് സർവീസ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്റർ. പ്രൊഡക്ഷൻ കോസ്റ്റ് സെൻറ്ററിലേക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോസ്റ്റ് സെൻറ്റർ ആണ് സർവീസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത എന്താണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ? എ പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ ഈസ് എ സെൻറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ആ ഒരു സെൻറ്ററിൽ എന്തുണ്ടാവും, പേഴ്സൺസോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സണോ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കോസ്റ്റ് സെൻറ്റർ ആണെങ്കിൽ അതാണ് പേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. അടുത്ത നാലാമത്തെയാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്റർ. അതെന്താണ്? ഇറ്റ് ഈസ് എ കോസ്റ്റ് സെൻറ്റർ കൺസിസ്റ്റിംഗ് ഓഫ് എക്യുപ്മെൻറ്റ്സ്, മെഷീൻ എക്സെട്ര. ഈ കോസ്റ്റ് സെൻറ്ററിൽ വുമൻസ് അല്ല അല്ലെങ്കിൽ പേഴ്സൺ അല്ല ഉണ്ടാവണേ, പകരം എന്തുണ്ടാവും, എക്യുപ്മെൻറ്റ്സും മെഷീൻസ് എല്ലാമാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെൻറ്ററിൽ ഉണ്ടാവുക. അടുത്ത അഞ്ചാമത്തെയാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ. A process cost center is a center consisting of a specific process or a continuous sequence of operation.
അപ്പോൾ പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് വെച്ചാൽ എന്താണ്, അവിടെ സ്പെസിഫിക് പ്രോസസ്സോ അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് പ്രോസസ്സ് മാത്രം ക്യാരി ഫോർവേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ മാത്രം നടത്തുന്ന സെൻറ്റർ ആണെങ്കിൽ ഇതാണ് പ്രോസസ് കോസ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ലാസ്റ്റ് വൺ ആണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെഷീൻ ഓർ പേഴ്സൺ ക്യാരിങ് ഔട്ട് സിമിലർ ഓപ്പറേഷൻ ഒരേപോലത്തെ ഓപ്പറേഷൻ ചെയ്യുന്ന ഒന്നില്ലെങ്കിൽ മെഷീൻസോ അല്ലെങ്കിൽ പേഴ്സണോ ഉണ്ടാവുന്ന ഒന്നാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെൻറ്ററിൽ ഉണ്ടാവുക. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ്. കിട്ടിയല്ലോ. ഇനി നെക്സ്റ്റ് വൺ ആണ്, ഇനി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ് എന്താണെന്ന്. എന്താണ് കോസ്റ്റ് ഒബ്ജക്റ്റ്? ഇറ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഫോർ വിച്ച് എ സെപ്പറേറ്റ് മെഷർമെൻറ്റ് ഓഫ് കോസ്റ്റ് ഈസ് റിക്വയർഡ്. ആ ഒരു ഒബ്ജക്റ്റിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അത് ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ആയിരിക്കാം. എന്തായിക്കോട്ടെ അതിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഓക്കെ. അടുത്താണ് പ്രോഫിറ്റ് സെൻറ്റർ. It is an organizational subunit or small segment of an activity for which profit is clearly ascertained. ഓർഗനൈസേഷൻ്റെ ഒരു സബ് യൂണിറ്റോ അല്ലെങ്കിൽ സ്മോൾ സെഗ്മെൻ്റ് ആണത്. അവിടുത്തെ ആക്ടിവിറ്റിയുടെ പ്രോഫിറ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് അസർട്ടൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഫിറ്റ് അസർട്ടൈൻ ചെയ്യേണ്ട ഒരു സെഗ്മെൻറ്റിന് വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഒരു കോസ്റ്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റുകളാണ്. അതിൽ ഒന്നാമത്തെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഫോർഗോൺ ഓർ സാക്രിഫൈസ് ഓൺ റിജക്റ്റിംഗ് എ പർട്ടിക്കുലർ ഓൾട്ടർനേറ്റീവ് ടു അനദർ കോമ്പറ്റേറ്റീവ് ഓൾട്ടർനേറ്റീവ് ചോയ്സ്. അപ്പോൾ നമ്മൾ ഒരു സംഭവത്തിന് അല്ലെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവിൻ്റെ ബെനിഫിറ്റ് ഫോർഗോൺ ചെയ്തോ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തോ എന്തിനു വേണ്ടിയാണ്? വേറൊരു ഓൾട്ടർനേറ്റീവ് ചോയ്സ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ചോയ്സ് എടുക്കുമ്പോൾ മറ്റേ ചോയ്സ് നമ്മൾ ഉറപ്പായിട്ടും റിജക്റ്റ് ചെയ്തേക്കണം. അങ്ങനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഇല്ലാണ്ടാവുന്ന അതിൻ്റെ ബെനിഫിറ്റ്സും നമ്മൾ ചെയ്യുന്ന സാക്രിഫൈസിൻ്റെ കോസ്റ്റ്, അതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ് അല്ലെങ്കിൽ നോഷണൽ കോസ്റ്റ്. എന്താണ് നോഷണൽ കോസ്റ്റ്? നോഷണൽ കോസ്റ്റ് ആർ ദ ഇമാജിനറി കോസ്റ്റ് സച്ച് ആസ് റെൻറ്റ് ഓൺ ബിൽഡിംഗ്. നോഷണൽ അല്ലെങ്കിൽ ഇംപ്യൂട്ടഡ് കോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോസ്റ്റിലേക്കും ഇല്ല, പക്ഷെ നമ്മൾ ഇമാജിനറി ചെയ്യുന്ന കോസ്റ്റാണ് നോഷണൽ കോസ്റ്റ്. ലൈക്ക് നമ്മൾ സ്വന്തം ബിൽഡിംഗ് നമ്മൾ റെൻറ്റ് പേ ചെയ്യുമോ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇതിൽ നോഷണൽ കോസ്റ്റ് പറയുകയാണെങ്കിൽ അതിൽ റെൻറ്റ് നമ്മൾ കണക്കാക്കി നോക്കും. അതേപോലെ സ്വന്തം ക്യാപിറ്റലിൽ ഇൻട്രസ്റ്റ് എന്തോരം വന്നു, അങ്ങനെയൊക്കെ അതൊക്കെ നോക്കുകയാണെങ്കിൽ അതാണ് നോഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. കോസ്റ്റ് ഡിറ്റർമൈൻഡ് ഇൻ അഡ്വാൻസ് ഇസ് നോൺ ആസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. നമ്മൾ മുൻകൂട്ടി കോസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ, പ്രൊഡക്ഷനൊക്കെ നടക്കുന്ന മുമ്പേ നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. Scientifically, estimated cost after taking into account all the factors affecting and influencing the cost. സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ഇത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും ഉൾപ്പെടുത്തി എല്ലാ ഫാക്ടേഴ്സും നോക്കി എന്തോരം ഇൻഫ്ലുവൻസ് അതിന് വരുന്നുണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കണക്കിലാക്കി നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നമ്മളൊരു കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നുള്ളെങ്കിൽ അത് എസ്റ്റിമേറ്റഡ് കോസ്റ്റും, നമ്മൾ എല്ലാ ഫാക്ടേഴ്സും വച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ആണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമൈൻഡ് ആഫ്റ്റർ ദ പ്രൊഡക്ഷൻ ഈസ് ഓവർ. പ്രൊഡക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുകയാണെങ്കിൽ അതാണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അടുത്താണ് കൺവേർഷൻ കോസ്റ്റ്. കോസ്റ്റ് ഓഫ് കൺവേർട്ടിംഗ് ഡയറക്റ്റ് മെറ്റീരിയൽ ഇൻറ്റു പാർട്ട്ലി ഓർ ഫുള്ളി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്. ഒരു മെറ്റീരിയലിനെ ഒരു റോ മെറ്റീരിയലിനെ അതിനെ ഒരു പാർട്ട്ലി ഫിനിഷ്ഡ് ഗുഡ്സോ അല്ലെങ്കിൽ ഫുള്ളി ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആക്കി കൺവേർട്ട് ചെയ്യുന്ന കോസ്റ്റിനാണ് നമ്മൾ കൺവേർഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് ഡിഫറൻഷ്യൽ കോസ്റ്റ്. ഡിഫറൻസ് ഇൻ കോസ്റ്റ് വിത്തിൻ 2 ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ 2 ലെവൽ അല്ലെങ്കിൽ 2 സ്റ്റാൻഡേർഡിൽ നിൽക്കുകയാണ്. ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ സ്റ്റേജിൽ നിന്ന് ഒരു സെമി ഫിനിഷ്ഡ് ഗുഡ്സിലേക്ക് മാറുന്ന അങ്ങനെ 2 ലെവലല്ലേ. അങ്ങനെ 2 ലെവൽ ഓഫ് ആക്ടിവിറ്റീസിൽ ഉണ്ടാകുന്ന കോസ്റ്റിന് ഡിഫറൻസിനാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് സങ്ക് കോസ്റ്റ്. സങ്ക് കോസ്റ്റ് എന്താണ്? ഇറ്റ് ഈസ് ദ ഇർറിക്കവറബിൾ കോസ്റ്റ് ഇൻക്യൂർഡ് ബൈ ദ എൻ്റർപ്രൈസ് ഇൻ ദ പാസ്റ്റ്. നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാത്തൊരു കോസ്റ്റ് നമ്മുടെ എൻ്റർപ്രൈസിൻ്റെ പാസ്റ്റിലുണ്ടായത്, പണ്ടുണ്ടായ ഒരു കോസ്റ്റാണ്. നമുക്ക് ഒരിക്കലും റിക്കവർ ചെയ്യാൻ പറ്റില്ല. ആൻഡ് വിച്ച് ഹാസ് നോ ഇൻഫ്ലുവൻസ് ഇൻ ഇറ്റ്സ് ഫ്യൂച്ചർ ഡിസിഷൻ മേക്കിംഗ്. അത് ഭാവിയിൽ എന്തൊക്കെ ഡിസിഷൻ എടുത്താൽ പോലും നമുക്ക് ഒരിക്കലും അതിനെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ തിരിച്ചു കിട്ടാനോ പോകുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റാണ് സങ്ക് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്.
അടുത്താണ് ഇനി ഡെവലപ്മെൻറ്റ് കോസ്റ്റ്. അഡീഷണൽ കോസ്റ്റ് ഇൻക്യൂർഡ് ഇൻ കണക്ഷൻ വിത്ത് ഡെവലപ്മെൻറ്റ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ഓർ ദ മാനുഫാക്ചർ ഓഫ് എ പ്രൊഡക്റ്റ് അണ്ടർ ഇംപ്രൂവ്ഡ് മെത്തേഡ്. അപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യാനോ ഒക്കെ വേണ്ടി വരുന്ന അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റിനാണ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് മാർജിനൽ കോസ്റ്റ്. അഡീഷണൽ കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻക്യൂർ ചെയ്യുന്ന അഡീഷണൽ കോസ്റ്റിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അടുത്താണ് റിസർച്ച് കോസ്റ്റ്. കോസ്റ്റ് ഇൻക്യൂർഡ് ഫോർ സീക്കിംഗ് ഓർ റിസർച്ചിങ് ഫോർ ഇംപ്രൂവ്മെൻറ്റ് എ ന്യൂ പ്രൊഡക്റ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനോ വേണ്ടി നമ്മൾ സെർച്ച് ചെയ്യുന്നോ സീക്ക് ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, അതാണ് റിസർച്ച്. അതിന് വരുന്ന കോസ്റ്റാണ് റിസർച്ച് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്തൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ്. മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് എന്തൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ ആണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആർ ദ മെത്തേഡ്സ്, പ്രോസസ് ആൻഡ് ടെക്നിക്സ് എംപ്ലോയിഡ് ഇൻ ദ അസർട്ടൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ്സും പ്രോസസ്സും ടെക്നിക്സ് ഒക്കെയാണ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ 4 ടൈപ്പ് മെയിനായിട്ടുള്ളത് ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ് ആൻഡ് ഫാം കോസ്റ്റിംഗ്. ഫസ്റ്റ് വൺ ആണ് ജോബ് കോസ്റ്റിംഗ്. These are the methods applied in those industries where jobs are executed against specific order or each job is treated as cost unit. അപ്പോൾ ഇവിടെ ജോബ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കോസ്റ്റിംഗ് മെത്തേഡ് അപ്ലൈ ചെയ്യുന്നത് ഓരോ ജോബ്സ് ഓരോ ഓർഡർ അനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവിടെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവിടെ ഓരോ ജോബിനാണ് ഇവിടെ കോസ്റ്റ് യൂണിറ്റ് ആയിട്ട് കാണുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിമാൻഡ് അനുസരിച്ച് നമ്മളിവിടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഓർഡർ അനുസരിച്ച് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസിലാണ് മെയിനായിട്ട് ജോബ് കോസ്റ്റിംഗ് വരുന്നത്. അടുത്താണ് ബാച്ച് കോസ്റ്റിംഗ്. മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് അപ്ലൈഡ് ഇൻ ദോസ് ഇൻഡസ്ട്രി വേർ ആർട്ടിക്കിൾസ് ഓഫ് സിമിലർ നേച്ചർ ആൻഡ് മാനുഫാക്ചർ ഇൻ ഡെഫിനിറ്റ് ബാച്ചസ്. ഓരോരോ ബാച്ചായിട്ട് ഒരേപോലത്തെ നേച്ചറുള്ള ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രിയിലാണ് മെയിനായിട്ട് ബാച്ച് കോസ്റ്റിംഗ് അപ്ലൈ ആവുന്നത്. അടുത്താണ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്ലൈഡ് ഇൻ കൺസേൺ വേർ ദ പ്രൊഡക്റ്റ് പാസസ് ഫ്രം വൺ പ്രോസസ് ടു ദ അതർ ടിൽ കംപ്ലീഷൻ. ഓരോ പ്രോസസ്സിലൂടെ പാസ്സായി കംപ്ലീഷനിലേക്ക് എത്തുക. അങ്ങനെ ഒരു പ്രോസസ്സിൽ നിന്ന് മറ്റു പ്രോസസ്സിലേക്ക് പാസ്സാവുന്ന ടൈപ്പ് ഓഫ് അങ്ങനെ പ്രോസസ്സിലൂടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന കൺസേൺസ്, അവിടെയാണ് പ്രോസസ് കോസ്റ്റിംഗ് മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ആണ് ഫാം കോസ്റ്റിംഗ്. ഇറ്റ് ഈസ് അപ്ലൈഡ് ഓഫ് കോസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഓഫ് കോസ്റ്റിംഗ് ടെക്നിക്സ് ആൻഡ് പ്രിൻസിപ്പൾസ് ഇൻ ഫാമിംഗ്. ഫാമിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ കോസ്റ്റിംഗ് ടെക്നിക്സും പ്രിൻസിപ്പൾസൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതാണ് ഫാം കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ ലിമിറ്റേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കോസ്റ്റിംഗ് അല്ല കേട്ടോ, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് മെയിനായിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ലാക്ക് ഓഫ് സപ്പോർട്ട് ഓഫ് മാനേജ്മെൻറ്റ്. എപ്പോഴും കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വലിയ സപ്പോർട്ടൊന്നും കിട്ടാറില്ല. ഇറ്റ് ലാക്സ് യൂണിഫോം പ്രൊസീജിയർ. അതേപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിൽ യൂണിഫോം പ്രൊസീജിയേഴ്സും ഉണ്ടാവാറില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ജസ്റ്റ് ഇതിലൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ കോസ്റ്റ് ഷീറ്റിന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ 5th മൊഡ്യൂളിൽ എന്താണ് ഈ കോസ്റ്റ് ഷീറ്റിനെ പറ്റിയുള്ള പ്രോബ്ലംസ് ഇൻഡെപ്ത് ആയിട്ട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു മൊഡ്യൂൾ കാണിച്ചുകൊണ്ട് തന്നെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഫോർമാറ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പോൾ ഇതാണ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇത് മെയിനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇലിസ്ട്രേഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക പ്രോബ്ലംസ് ആയിട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. ഫസ്റ്റ് 2 കോളം വേണ്ടത് കമ്പോണൻസ് ഓഫ് കോസ്റ്റും അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ട് കോളം. ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. അപ്പോൾ ഡയറക്റ്റായി വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ആദ്യം എഴുതേണ്ടത്. അത് 3 ആഡ് ചെയ്ത് നമ്മൾ ടോട്ടൽ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് പ്രൈം കോസ്റ്റിൽ വരുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. എപ്പോഴും നമുക്കറിയാം ഈ പറയുന്ന മെറ്റീരിയലും ലേബറും എക്സ്പെൻസ് എല്ലാം തന്നെ എന്തുണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതാണ് ആദ്യം എഴുതേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഡയറക്റ്റ് മെറ്റീരിയലിനെയും ലേബറിനെയും എക്സ്പെൻസിനെയും കൂടി ആഡ് ചെയ്ത് അതിൻ്റെ ടോട്ടൽ എന്ത് വിളിക്കും, നമ്മൾ പ്രൈം കോസ്റ്റ് എന്ന് വിളിക്കും. ഇനി പ്രൈം കോസ്റ്റിനൊപ്പം ആഡ് ചെയ്യേണ്ടതാണ് ഫാക്ടറി ഓവർഹെഡ്. ഫാക്ടറിയിൽ വരുന്ന ചെലവുകൾ അതെല്ലാമാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. അത് പ്രൈം കോസ്റ്റും ഫാക്ടറി ഓവർഹെഡും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യണം, ഈ ഫാക്ടറി കോസ്റ്റിനൊപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം, അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസുകൾ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യാം. അങ്ങനെ ഫാക്ടറി കോസ്റ്റിനൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷൻ ഉണ്ടായ ഫുൾ കോസ്റ്റും കിട്ടിക്കഴിഞ്ഞു. ഇനി പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് ഈ സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, പ്രൊഡക്ഷൻ കഴിഞ്ഞ് നേരെ പോയി നമ്മൾ എന്ത് ആഡ് ചെയ്യണം, സെല്ലിങ്ങും ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകളും ആഡ് ചെയ്യുക. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് എന്ത് കിട്ടും,
ആ പ്രൊഡക്റ്റ് വിൽക്കേണ്ട കാശ്, കോസ്റ്റ് ഓഫ് സെയിൽ എത്രയാണെന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം? അതിൻ്റെ ഒപ്പം നമുക്ക് നമ്മുടെ കമ്പനി കുറച്ച് പ്രോഫിറ്റ് വേണ്ടേ? ആ പ്രോഫിറ്റും കൂടി ആഡ് ചെയ്യുക. അങ്ങനെ കോസ്റ്റ് ഓഫ് സെയിലിൻ്റെ പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വിൽക്കാനുള്ള യഥാർത്ഥ പ്രൈസ് ഇട്ടുക. സെയിൽ എമൗണ്ട് താഴെ എഴുതിക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് കംപ്ലീറ്റ്. ഇതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ്. ഇത്രയും കാര്യങ്ങൾ ഉറപ്പായിട്ട് എല്ലാ കോസ്റ്റ് ഷീറ്റിലും ഉണ്ടാവുന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതോടെ ഈ ഒരു ഫസ്റ്റ് മോഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് വൈൻഡ് അപ്പ് ആവാണ്. നമ്മൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാനുള്ളൂ. സോ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ നെക്സ്റ്റ് യൂണിറ്റ് അല്ലെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ഫ്രം വെർച്വൽ ടീച്ചിങ്.